ഇന്നത്തെ സ്പെഷ്യൽ കൂണാണ്. ഇന്നലെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചതാ, അതിൻ്റെയാണ് ഒരു ക്ഷീണം. സാധാരണ വറുത്തരച്ചൊക്കെയാണ് വെക്കാറുള്ളത്, നമുക്കിന്ന് വരട്ടിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് മുട്ട കുത്തിപ്പൊരിച്ചെടുക്കാം. ചിക്കിപ്പൊരിക്കുക, കുത്തിപ്പൊരിക്കുക എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ഇതാണ് സംഭവം. പ്രത്യേകിച്ച് മസാലയോ ഉപ്പോ ഒന്നും ഇടേണ്ട കാര്യമില്ല. ഇതിങ്ങനെ പൊരിച്ച് മാറ്റി വയ്ക്കാം. പിന്നീട് അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുക്കിംഗ് ഓയിൽ ഇട്ട് ഒരല്പം സബോള വഴറ്റിയെടുക്കാം. കൂൺ അല്പമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് മസാലയും കുറച്ച് മതിയല്ലോ. സബോള വാടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് അല്പം മുളക് പൊടി ഒരല്പം മാത്രമേ ഇടാൻ പാടുള്ളൂ, കാരണം കൂണ് വാടി വന്നാൽ വളരെ കുറയും. മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിളക്കിയതിന് ശേഷം ഒരല്പം ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം. ശേഷം കുറച്ചുകൂടി സബോളയും പിന്നെ കഴുകി മാറ്റി വെച്ച കൂണും ചേർക്കാം. മസാലയിൽ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് മൂടി വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ, കൂണിൽ തന്നെ അത്യാവശ്യം വെള്ളം വേവാനുള്ളതുണ്ടാവും. ഒരു 5 മിനിറ്റ് വെന്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഗരം മസാലയും കൂടി ചേർത്ത് നമുക്ക് നന്നായി യോജിപ്പിക്കാം. ശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ട കൂടി ചേർക്കാം. ഇനി അതിലെ ജലാംശം മുഴുവനും വറ്റിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് നന്നായി ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾ വളരെ ഫിറ്റും ഹെൽത്തിയും കൊളസ്ട്രോളും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കുക്കിംഗ് ഓയിലൊക്കെ ചേർക്കാം കേട്ടോ. അങ്ങനെ നന്നായി മുരിഞ്ഞു വന്ന ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ കൂൺ മസാല, മഷ്റൂം മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ.